ഹല്ലേലൂയ. ഞാൻ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അവർ അക്കരെ എത്തി ഗന്നേസരത്ത് ദേശത്ത് ചെന്നു. ഗദരദേശം എന്നൊക്കെ വിളിക്കപ്പെടുന്ന ദേശമാണ്. അങ്ങനല്ലേ? 34-ാമത്തെ വാക്യം. ഗന്നേസരത്ത് ദേശത്ത് ചെന്നു. എവിടെത്തി? എവിടേക്കാ വിട്ടത്? യേശു എന്താ പ്രാരംഭത്തിൽ പറഞ്ഞത്? അക്കരെ പോകാം. ഇപ്പൊ എവിടെ എത്തി? അക്കരെ എത്തി. ഉറപ്പിക്കണം നിങ്ങൾ. നിങ്ങളോടൊരു വാഗ്ദത്തം യേശു അറിയിച്ചിട്ടുണ്ടെങ്കിൽ ആ വാഗ്ദത്തത്തിന്റെ എൻഡിൽ നിങ്ങൾ നിൽക്കുവാണെങ്കിലും ഒരു സാഹചര്യവും വാഗ്ദത്ത നിവർത്തിക്ക് അനുകൂലമല്ല എന്ന് തോന്നിയാലും അക്കരെ പോക എന്ന് കർത്താവ് വിളിച്ചിറക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങളെ അക്കരെ എത്തിക്കാൻ അവൻ മതിയായവനാണ്. ഒരു വാഗ്ദത്തം അവൻ നൽകിയിട്ടുണ്ടെങ്കിൽ ആ വാഗ്ദത്തം നിവർത്തീകരിച്ചെടുക്കാൻ യേശു മതിയായവനാണ്. എൻ്റെ അടുത്ത ചോദ്യം, യേശു ശിഷ്യന്മാരോട് പറഞ്ഞു അക്കരെ പോകാൻ. യേശു അല്പം കഴിഞ്ഞാണ് പോയതെങ്കിലും ശിഷ്യന്മാർക്ക് അക്കരെ എത്താൻ കഴിയുകയില്ലെന്ന് പറയുന്ന പ്രശ്നങ്ങളാണ് ജീവിതത്തിലേക്ക് വന്നത്. പക്ഷേ വാഗ്ദത്തം സകല പ്രതികൂലങ്ങളെയും ഓവർകം ചെയ്ത് വാഗ്ദത്തം നിവർത്തി കടന്നു വരും. ഹല്ലേലൂയ. ഞാൻ ചോദിക്കുന്നു, പത്രോസിന്റെ മിടുക്കാണോ? പത്രോസിനോട് ചോദിക്കാം, പത്രോസേ, വെള്ളത്തിൽ മുങ്ങിത്താണുപോയ നിന്റെ മിടുക്ക് കൊണ്ടാണോ കയറി വന്നത്? നിനക്ക് മിടുക്കില്ലഞ്ഞോ? പത്രോസ് പറയും, ഭയങ്കര മിടുക്ക് എനിക്കുണ്ട്. ഏത് അടിത്തട്ടിലേക്ക് കടന്നുപോയാലും അവിടെ നിന്ന് കയറി വരാനുള്ള അല്പോ കാര്യങ്ങളൊക്കെ എനിക്കും അറിയാം. കാരണം ഞാൻ മുക്കുവനാണ്. എവിടെ എന്തൊക്കെയുണ്ട് ആ കടലിലെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം. വെള്ളത്തിനകത്ത് അകപ്പെട്ടാലും അവിടെ നിന്ന് കയറി വരാൻ എനിക്കറിയാം. പക്ഷേ ഞാൻ ഇതുവരെ ഇതുപോലെയുള്ളൊരു കാറ്റ് കണ്ടിട്ടില്ല. ഇതുപോലെ ഞാൻ മുങ്ങി താണുപോയിട്ടില്ല. എനിക്ക് സ്വയം കയറി വരാൻ കഴിയാത്ത പ്രതികൂലം. ഇവിടെ എങ്ങനെയാ പത്രോസ് കയറി വന്നത്? പത്രോസിന്റെ മിടുക്കാണോ? അല്ല. പത്രോസ് പറയും, വലിയ കൃപയായിരുന്നു യേശുവിന്. വലിയ കൃപയായിരുന്നു അവൻ എന്നോടുണ്ടായിരുന്നത്. എത്രയെത്ര വെള്ളങ്ങളും എത്രയെത്ര കാറ്റുകളും ജീവിതത്തെ തകർത്ത് കളയും എന്ന് കരുതിയ വലിയ പ്രശ്നങ്ങൾ കർത്താവ് ശാന്തമാക്കി. ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കരമുയർത്തി യേശുവിന് നന്ദി പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. അല്ലേ? കർത്താവിന് സ്തോത്രം. വലിയ എക്സ്പീരിയൻസ് ഒന്നും ചില സമയത്തൊക്കെ വർക്കാവത്തില്ല. ചില പ്രശ്നങ്ങളിൽ നിന്ന് കയറി വരാൻ. പക്ഷേ എത്ര വലിയ പ്രശ്നങ്ങളുടെ നടുവിലും എക്സ്പീരിയൻസ് നമുക്ക് കയറി വരാൻ കഴിയാതെ നമ്മളെ വല്ലാതെ ചുറ്റിക്കാൻ സാധ്യതയായാലും പ്രാർത്ഥന ഏത് വലിയ പ്രശ്നത്തെയും അതിജീവിപ്പിച്ചുകൊണ്ട് കയറി വരാൻ കർത്താവ് പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകിയിരിക്കും. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ചേർന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്താട്ട്. ഒരിക്കലും നിങ്ങൾ ഒരു പക്ഷേ 21 അല്ല 40 ദിവസം ഉപവസിച്ചാലും ചില വിഷയത്തിൽ നിന്ന് കയറി വരാൻ പറ്റുകയില്ലായിരിക്കാം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ചിലപ്പോൾ ഒരു പക്ഷേ 40 ഉപവസിക്കുന്നതിൻ്റെ ഇടയിലും പല വിഷയങ്ങളിലും വിടുതലും കിട്ടിയിരിക്കാം. പക്ഷേ ആ പ്രാർത്ഥന 40 ദിവസം ഉപവസിച്ചിട്ടും കിട്ടാതെ വന്ന വിഷയത്തിനകത്ത്, എന്നോട് പറഞ്ഞാൽ മറുപടി ലഭിക്കാതിരുന്ന വിഷയത്തിനകത്ത് ഈ 40 കൊണ്ട് നിർത്താതെ അടുത്ത ചില ദിവസങ്ങളിലും പ്രാർത്ഥനയ്ക്കായി ഇരിക്കുക. മനസ്സിലായി നിങ്ങൾക്ക്? സ്തോത്രം. ഒരിക്കൽ പ്രാർത്ഥിച്ചിട്ട് മറുപടി ലഭിച്ചില്ലെങ്കിലും ആ വിഷയം തള്ളിക്കളയാൻ വരട്ടെ. അതുകൂടെ ആ വിഷയത്തെ ദൈവകരങ്ങൾ ഏൽപ്പിച്ച് തുറന്ന് പ്രാർത്ഥിക്കാൻ കഴിഞ്ഞാൽ യേശുവിൻ്റെ കരം ഇറങ്ങി വരും. വലിയ മറുപടി ജീവിതത്തിലേക്ക് പ്രാർത്ഥനയുടെ മറുപടികൾ ഉണ്ടാകും. വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? പ്രകൃതിയുടെ മേൽ അധികാരമുള്ളവൻ ഹല്ലേലൂയ പടകിലേക്ക് കയറി വന്നപ്പോൾ ആ പ്രശ്നങ്ങൾ ശാന്തമായതുപോലെ സകല പ്രശ്നങ്ങളുടെ മേൽ അധികാരമുള്ളവനാണ് ഞങ്ങൾ വിശ്വസിക്കുന്ന യേശുവെന്ന് എത്ര പേർക്ക് അഭിമാനത്തോടെ പറയാൻ പറ്റുന്നുണ്ട്? ഞാൻ കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്. കരമുയർത്തി യേശുവിന് നന്ദി പറഞ്ഞാട്ടെ. രണ്ടാമത് അവിടെ സംഭവിക്കുന്ന കാര്യം നിങ്ങൾ ഓർക്കണമേ.
അവർ പടകിൽ കയറിയപ്പോൾ, യേശുവും പത്രോസും കൂടെ പടകിൽ കയറിയപ്പോൾ കാറ്റ് അമർന്നു. ആ കാറ്റൊരിക്കലും ഇവരെ തകർത്തില്ല. ആ കാറ്റൊരിക്കലും വാഗ്ദത്തത്തെ തടഞ്ഞില്ല. നിവൃത്തിയാകാത്ത വിധം, വാഗ്ദത്തം നിവൃത്തിയാകാത്ത വിധം വാഗ്ദത്തത്തെ തടഞ്ഞില്ല.